Hi friends, welcome to English Mithra. English Mithrയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചു നിർത്തിയത് ഫ്യൂച്ചർ ടെൻസിൽ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ നെഗറ്റീവായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. അതായത് ഞാൻ വരില്ല, ഞാൻ പോകില്ല, അല്ലെങ്കിൽ അവൻ വിളിക്കില്ല, അങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസസിൽ ഭാവിയിൽ ഒരു കാര്യം നടക്കില്ല എന്നെങ്ങനെ പറയാം എന്ന് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ് ഈ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്? ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടക്കും, അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നടക്കുകയാണ് എന്നൊക്കെ പറയാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷനെ, കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താ, നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഞാനൊരു സെൻറ്റൻസ് ആദ്യം എഴുതിയിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് വെച്ചാൽ അർത്ഥം വരുന്നത് ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഞാൻ ഈ നിമിഷത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുകയാണ്, അത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയാണ്, ഇപ്പം ഞാൻ എഴുതുകയാണെങ്കിലോ ഞാൻ എഴുതുകയാണ്, അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതിനെക്കുറിച്ചോ ഇനി ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചായിരുന്നു. ഐ ആം ഗോയിങ് ടു, ഹീസ് ഗോയിങ് ടു എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെ ഫ്യൂച്ചർ ടെൻസ് പറയാം എന്നുള്ളത്. പക്ഷേ അത് ഫ്യൂച്ചർ ടെൻസിലാണ്. പക്ഷേ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സെൻറ്റൻസസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ നിമിഷം നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് പതുക്കെ പഠിക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ സെൻറ്റൻസ് എഴുതേണ്ടത്. നമ്മൾ സിമ്പിൾ ടെൻസ് പഠിച്ചപ്പോഴും ഒരു ഫോമാറ്റ് പഠിച്ചിട്ടാണ് ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഫോമാറ്റ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റ് എഴുതും. എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ആ ആളാണ് സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റ് എഴുതും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇസ് യൂസ് ചെയ്യും. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ആർ യൂസ് ചെയ്യും. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ ആം യൂസ് ചെയ്യും. ഇനി സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇസ് യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് നമ്മുടേതെങ്കിൽ അവിടെ നമ്മൾ ആർ യൂസ് ചെയ്യണം. ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ആം യൂസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ വേർബ് എഴുതണം. എന്താണ് വേർബ്? പ്രവൃത്തി, ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വാക്കാണ് വേർബ്. എന്ത് പ്രവൃത്തിയാണ് നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്നത്, അതാണ് അവിടെ വേർബ്. അതിനുശേഷം വേർബ് വെറുതെ എഴുതിയാൽ പോരെ, നമ്മൾ ഐ എൻ ജി എന്നീ വാക്കുകളും എന്നീ ലെറ്റേഴ്സും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഐ എൻ ജി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓടുകയാണ്. ഓടുക എന്ന് വെച്ചാൽ എന്താ? റൺ. അപ്പം നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ ചുമ്മാ റൺ എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ റണ്ണിങ് എന്നെഴുതണം. ഓക്കെ, റണ്ണിങ് എന്നെഴുതണം. ഈറ്റ് ആണെങ്കിലോ ഈറ്റിംഗ്, സിറ്റ് ആണെങ്കിൽ സിറ്റിംഗ് എന്നെഴുതാം. ഐ എൻ ജിയും കൂടി ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം. ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാലോ? എന്തിലാണോ പ്രവൃത്തി നടക്കപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ടൈം എഴുതണം. അപ്പോൾ ഈ ടൈം എഴുതുമ്പോൾ നമ്മൾ കൃത്യസമയം എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഐ ആം ഹാവിങ് ലഞ്ച് അറ്റ് 1 o'clock എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ ആം ഈറ്റിംഗ് ലഞ്ച് അറ്റ് 1 o'clock എന്ന് പറയാൻ പറ്റില്ല. സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ നൗ. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്, ഐ ആം ഹാവിങ് ലഞ്ച് നൗ. ഇനി അറ്റ് ദ മൊമെൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഈ നിമിഷത്തിൽ എന്നുള്ള അർത്ഥത്തിൽ. ഐ ആം ഹാവിങ് മൈ ലഞ്ച് അറ്റ് ദ മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഈ നിമിഷത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് അറ്റ് പ്രസൻറ്റ്. അറ്റ് പ്രസൻറ്റ്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് എന്ന് വെച്ചാലും ഇപ്പോൾ എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ അറ്റ് പ്രസൻറ്റ് ഐ എം ഹാവിങ് മൈ ലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ
ലഞ്ച് കഴിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യസമയം ഒരിക്കലും എഴുതരുത്. അതായത് ഐ ആം ഹാവിങ് മൈ ലഞ്ച് അറ്റ് 1 o'clock എന്ന് എഴുതില്ല. അപ്പം നമ്മൾ പറയുന്നത് തെറ്റായി പോവും. സമയം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ നൗ, അറ്റ് ദ മൊമെൻറ്റ്, അറ്റ് പ്രസൻറ്റ് എന്നീ വാക്കുകളൊക്കെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യസമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ, എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്നല്ല, അവൻ വീട്ടിലേക്ക് പോവുകയാണെന്നാണ്. അപ്പോൾ ആരാണ് സബ്ജക്റ്റ്? അവനാണ് സബ്ജക്റ്റ്. അവനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഹി. ഇനി അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ചെയ്യുന്ന പ്രവൃത്തി പോവുക എന്നുള്ള പ്രവൃത്തിയാണ്. അപ്പം ഗോ. ഇനി നമ്മുടെ ഫോമാറ്റ് അനുസരിച്ച് ഹീക്ക് ശേഷം എന്താണ് വരേണ്ടത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇസ് വരണം, പ്ലൂറൽ ആണെങ്കിൽ ആർ വരണം, ഐ ആണെങ്കിൽ ആം വരണം. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമ്മുടെ സബ്ജക്റ്റ് എന്തായാലും ഐ അല്ല. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പം ഹി ഈസ്. ഇനി വേർബ് വെറുതെ എഴുതിയാൽ മതിയോ? പോരാ, കൂടെ ING വരണം. ഹി ഈസ് ഗോയിങ്. എവിടേക്കാണ് പോകുന്നത്? വീട്ടിലേക്ക്. അപ്പം ഹി ഈസ് ഗോയിങ് ടു ഹോം എന്നാണോ? ഹി ഈസ് ഗോയിങ് ഹോം എന്നാണോ? ഹോമിൻ്റെ മുന്നിൽ നമ്മൾ ടു യൂസ് ചെയ്യാറില്ല. ഹി ഈസ് ഗോയിങ് ഹോം. ഇൻ കേസ്, ഇനി ഞാൻ പറയാണ്, അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഹി ഈസ് ഗോയിങ്. ആ കേസിൽ നമ്മൾ ടു ഹിസ് ഹോം എന്ന് എഴുതും. ഓക്കെ, അപ്പം നമ്മുടെ ഹോം എന്ന വാക്കിൻ്റെ മുന്നിൽ വേറെ എന്തെങ്കിലും പ്രോനൗൺ വരുവാണെങ്കിൽ, അതായത് ഹിസ്, മൈ, ഹേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോനൗൺ വരുവാണെങ്കിൽ ടു ചേർക്കും, അല്ലെങ്കിൽ നമ്മൾ ചേർക്കില്ല. അവൻ വീട്ടിലേക്ക് പോവുകയാണ്, ഹി ഈസ് ഗോയിങ് ഹോം. അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഹി ഈസ് ഗോയിങ് ടു ഹിസ് ഹോം. ഓക്കെ, അവൾ ഒരു കഥ എഴുതുകയാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഇങ്ങനെ പറയാം. നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അവളെക്കുറിച്ചാണ് അല്ലേ? അവളെന്ന് പറയുമ്പോൾ ഷീ. ഇനി അവൾ എന്താണ് ചെയ്യുന്ന പ്രവൃത്തി? എഴുതുകയാണ് അല്ലേ? റൈറ്റ് ആണ് ഇവിടുത്തെ പ്രവൃത്തി. ഇനി ഇവിടെ ഈ ഉണ്ട്, ഞാൻ മനഃപൂർവ്വം എഴുതാത്തതാണ്. ഷീ ഏത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഐ അല്ല, ഷീ എന്തായാലും പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? അല്ല, സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ? ഷീ ഈസ്. ഇനി വേർബ് വെറുതെ നമ്മൾ റൈറ്റ് എന്ന് എഴുതിയാൽ മതിയോ? പോരാ, ING ചേർക്കണം കൂടെ. ഷീ ഈസ് റൈറ്റിംഗ്. എന്താണ് അവൾ എഴുതുന്നത്? ഷീ ഈസ് റൈറ്റിംഗ്. എന്താണ് എഴുതുന്നത് ഇവിടെ? ഒരു കഥ. അതാണ് ഒബ്ജക്റ്റ്. ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഓക്കെ, ഇനി ഞാൻ പറയാണ്, അവൾ ഇപ്പോൾ ഒരു കഥ എഴുതുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവളൊരു കഥ എഴുതുകയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി നൗ. ഒരിക്കലും നമുക്ക് ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി അറ്റ് 1 PM എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് തെറ്റാവും. ഒരിക്കലും അതങ്ങനെ എഴുതരുത്. ഒരിക്കലും എഴുതരുത്. പകരം നമുക്ക് ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ എന്ന് എഴുതാം. ഇപ്പോൾ അവളൊരു കഥ എഴുതുകയാണ്, അല്ലെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് തന്നെ, അല്ലെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. സമയം മെൻഷൻ ചെയ്യണമെന്നില്ല. ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ ക്ലിയർ ആണ് ഇപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത്. അവിടെ സമയം മെൻഷൻ ചെയ്യണമെന്ന് ഒരു അത്യാവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നൗ യൂസ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നൗ ആണ്. അല്ലെങ്കിൽ അറ്റ് ദ മൊമെൻറ്റ് എന്ന് യൂസ് ചെയ്യാം, ഇപ്പോൾ എന്നുള്ളതിന് പകരം. അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് എന്ന് യൂസ് ചെയ്യാം. ഒരിക്കലും കൃത്യസമയം എഴുതരുത്. അപ്പം നിങ്ങൾ പറയുന്നത് തെറ്റായിരിക്കും. ഇനി അവൻ പഠിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ എഴുതും? ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അവനല്ല, അവരെന്നാണ് കേട്ടോ, കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവർ പഠിക്കുകയാണ്. നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവരെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ദേ ആണ് നമ്മുടെ സബ്ജക്റ്റ്. ദേ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ? അപ്പം ദേ ആർ. എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തി? സ്റ്റഡി. ഓക്കെ, സ്റ്റഡി എന്ന് മാത്രം എഴുതാൻ പറ്റുമോ? കൂടെ ING വേണം. ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിക്കുകയാണ്. അടുത്ത എക്സാമ്പിൾ, ഞങ്ങൾ സിനിമ കാണുകയാണ്. ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഞങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? ഞങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാ? വി സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ ആർ യൂസ് ചെയ്യണം. വി ആർ എന്താണ് ചെയ്യുന്നത്? വാച്ചിങ്. എന്തുകൊണ്ടാണ് ഇവിടെ ING വന്നത്? കാരണം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ING വേണം. വി ആർ വാച്ചിങ്. എന്താണ് വാച്ച് ചെയ്യുന്നത്? എന്താണ് ഇവിടെ ഒബ്ജക്റ്റ്? സിനിമ. വി ആർ വാച്ചിങ് എ മൂവി.
ഓക്കെ, ഇപ്പോൾ കാണുകയാണെന്ന് പറയണമെങ്കിൽ നൗ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു സെൻറ്റൻസ് എഴുതിയായിരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്കൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കി നോക്കാം. ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? എന്നെക്കുറിച്ചാണ് അല്ലേ, ഞാൻ. അപ്പം നമുക്കതിങ്ങനെ പറയാം, ഐ എന്ന വാക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇസ് ആണോ ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ ആം ആണോ? ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഐൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ആം ആണ്. ഐ ആം. എന്താണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി? കഴിക്കുകയാണ് അല്ലേ, ഐ ആം ഈറ്റിംഗ്. എന്താണ് കഴിക്കുന്നത്? ഭക്ഷണം. ഐ ആം ഈറ്റിംഗ് ഫുഡ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഐ ആം ഹാവിങ് ഫുഡ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ നിമിഷം ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, ചെയ്ത് തീർത്ത കാര്യമല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഫോമാറ്റ്? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഇസ് എഴുതും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ആർ എഴുതും. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ, ഞാൻ എന്നുള്ള വാക്കാണ് സബ്ജക്റ്റ് എങ്കിൽ അവിടെ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ആം എഴുതും. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ പ്രവൃത്തി എന്താണെന്നുള്ളത് എഴുതും. എന്താണ് പ്രവൃത്തി? ഇപ്പോൾ കഴിക്കുക എന്നാണെങ്കിൽ ഈറ്റ്, അതുപോലെ തന്നെ കുടിക്കുക എന്നാണെങ്കിൽ ഡ്രിങ്ക്, ഇരിക്കുക എന്നാണെങ്കിൽ സിറ്റ്. എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തി എഴുതും. പ്രവൃത്തിയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ING എന്ന് ചേർക്കണം. അതായത് ഐ ആം ഈറ്റ് ഫുഡ് എന്നല്ല പറയുക, ഐ ആം ഈറ്റിംഗ് ഫുഡ് എന്നാണ് പറയുന്നത്. ഹീ ഈസ് ഗോയിങ് എന്നാണ് പറയുന്നത്, ഹീ ഈസ് ഗോ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് വേർബിൻ്റെ കൂടെ ING ചേർക്കണം. അതിനുശേഷം ഒബ്ജക്റ്റ് ചേർക്കുക. സമയം മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ സമയം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ എന്ന് പറയുന്നത് നൗ, അറ്റ് ദ മൊമെൻറ്റ്, അറ്റ് പ്രസൻറ്റ്, ഇതുപോലത്തെ വാക്കുകളാണ്. ഒരിക്കലും കൃത്യസമയം മെൻഷൻ ചെയ്യരുത്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ നമ്മൾ കൃത്യസമയം മെൻഷൻ ചെയ്യില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മലയാളത്തിൽ ഒരു 10 സെൻറ്റൻസ് എഴുതുക. എന്നിട്ട് അത് ഈ ഫോമാറ്റ് യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് ഈ ഫോമാറ്റ് നിങ്ങൾ ഒന്ന് മനസ്സിൽ വ്യക്തമാക്കുക. അതായത് മനപ്പാഠമാക്കി പഠിക്കരുത്. പ്രാക്ടീസിൽ മനസ്സിൽ അതൊരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അത് പഠിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഒരു മിനിറ്റ്, എനിക്ക് ശ്വാസം മുട്ടി ഒന്നുകൂടെ. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ ഗ്രാമർ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ, വീഡിയോസ് കാണുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. English Mithra. Stop worrying, start learning.